സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുകയാണ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ശക്തമായ കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ജലനിരപ്പ് ഉയർന്നതോടെ ബാണാസുര സാഗർ അണക്കെട്ട് തുറന്നിട്ടുണ്ട്. മാട്ടുപ്പെട്ടി, കല്ലാർകുട്ടി, ലോവർ പെരിയാർ, മലങ്കര ഡാമുകളിൽ നിന്ന് വെള്ളം ഒഴുക്കിവിടുകയാണ്. നീരൊഴുക്ക് വർദ്ധിച്ചതോടെ 9 ഡാമുകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഷിൻ ഡിയാഗോ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷിൻ ഡിയാഗോ, ഗുഡ് ഈവനിങ് അഷിൻ. മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ തൃശൂർ ജില്ലയ്ക്ക് അവധിയാണ്. എന്തൊക്കെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്? അരുൺ, തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു എന്നുള്ളതാണ്. നിലവിലിപ്പോൾ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഒരു ചക്രവാത ചുഴി നിലനിൽപ്പുണ്ട്. ഇതേ തുടർന്നാണ് ഇപ്പോൾ സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത് എന്നുള്ളതാണ്. വരുന്ന 3 ദിവസത്തേക്ക് ശക്തമായ മഴ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. മധ്യ വടക്കൻ കേരളത്തിലാണ് ഇന്ന് എന്തായാലും ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ നിലവിൽ നൽകിയിട്ടുള്ള ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ മുതൽ വടക്കൻ കേരളത്തിലായിരിക്കും ശക്തമായ മഴ ലഭിക്കുക എന്നുള്ള പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. നാളെ മുതൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഈ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 9 അണക്കെട്ടുകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണം. പറയുന്ന ഈ ഡാമിൻ്റെ കരയിലേക്ക് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് പറയുന്നത്. കക്കി, മൂഴിയാറ്, മാട്ടുപ്പെട്ടി, കല്ലാർകുട്ടി, ഇരട്ടയാറ്, ലോവർ പെരിയാർ, ഷോളയാറ്, പെരിങ്ങൽകുത്ത്, ബാണാസുര ഡാമുകൾക്കാണ് നിലവിലിപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ എന്തായാലും തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി നൽകിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത്. നാളെ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഇടവേളയ്ക്കു ശേഷം വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയാണ്. കരുതൽ വേണം, ജാഗ്രത വേണം.